കൃഷ്ണകഥകൾ കാത്തിരിക്കുകയാണ് അല്ലേ? എന്നാൽ ഒരു കഥ പറയാം. ദധിപാണ്ഡൻ്റെ കലത്തിൽ പെട്ടുപോയ കണ്ണൻ. കണ്ണനെ കുറൂരമ്മ കലത്തിലടച്ച കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. വേറൊരു മഹാത്മാവിൻ്റെ കഥ പറയാം. ഇത് ഇപ്പോഴും ഉത്തർപ്രദേശിലെ വൃന്ദാവന നിവാസികൾ പറയുന്ന കഥയാണ്. വൃന്ദാവനത്തിലെ ഗോപന്മാരും ഗോപികമാരും തങ്ങളുടെ പശുക്കളെ കറക്കുന്നതിൽ നിന്നും കിട്ടുന്ന ഒരു ഭാഗം വെണ്ണയും തൈരും പാലും കണ്ണൻ്റെ അച്ഛനെ ഏൽപ്പിക്കുമായിരുന്നു. സാമന്ത രാജാക്കന്മാർ കംസന് കപ്പം കൊടുത്തിരുന്ന കാലമായിരുന്നു അത്. സംഭരിക്കുന്ന പാലും വെണ്ണയും കംസന്റെ കൊട്ടാരത്തിൽ കൊടുത്തു ബാക്കിയുള്ളത് കച്ചവടം ചെയ്താണ് അവർ ജീവിച്ചിരുന്നത്. കണ്ണൻ ജനിച്ചതിന് ശേഷം വൃന്ദാവനവാസികൾ നന്ദഗോപരുടെ ഗൃഹത്തിൽ എത്തുന്നത് തൈരും പാലും വെണ്ണയും കണ്ണനും കൂടെ കൊടുക്കാനും ഒരു നോക്ക് അവനെ കാണാനും ആയിത്തീർന്നു. ആ കൂട്ടത്തിൽ ദധിപാണ്ഡൻ എന്നൊരു തൈര് കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം വൃന്ദാവനത്തിൽ കൃഷ്ണൻ്റെ ഗൃഹത്തിനടുത്തായി താമസിക്കുകയും തൈര് ഉണ്ടാക്കി അടുത്തുള്ള ഗ്രാമങ്ങളിലും മറ്റും കൊണ്ടുപോയി കച്ചവടം ചെയ്ത് നിത്യവൃത്തി കഴിച്ചു പോരുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് കൃഷ്ണനെ വലിയ ഇഷ്ടമായിരുന്നു. കണ്ണന് 2 വയസ്സായി. തൈര് വിൽക്കാൻ പോകുന്ന വഴി കണ്ണനെ കാണുമ്പോൾ കണ്ണിറയെ നോക്കി നിൽക്കും. വരുന്ന വഴി കണ്ണൻ്റെ മിന്നലാട്ടമുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഒരു ദിവസം ധാരാളം ലാഭം കിട്ടിയപ്പോൾ അദ്ദേഹം കണ്ണനെ കൊടുക്കാൻ ഒരു പട്ടുകോണകം വാങ്ങിവെച്ചു. എന്നും തിരിച്ചു വരുന്ന വഴി അദ്ദേഹം കണ്ണൻ്റെ വീടിൻ്റെ അടുത്തെത്തും. ഒന്ന് എൻ്റെ കൂടെ ഗൃഹത്തിലേക്ക് വരുമോ കണ്ണാ എന്ന് ചോദിച്ചാൽ സമയമാവട്ടെ എന്ന് പറഞ്ഞ് കണ്ണൻ കള്ളച്ചിരിയോടെ ഓടിപ്പോകും. ഇതിങ്ങനെ ഒരു നിത്യ പതിവായി. കണ്ണൻ നന്നായി ഓടി നടക്കും. വായിൽ പല്ല് വന്നു കഴിഞ്ഞു. കുസൃതികൾ കണ്ണനോടൊപ്പം വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ കണ്ണനെ കുളിപ്പിച്ച് വാലിട്ട് കണ്ണെഴുതി പിലിത്തിരുമുടി ഭംഗിയിൽ കെട്ടിവെച്ച് കാതിൽ മകരകുണ്ടലങ്ങളും കഴുത്തിൽ പുലിനഖവും പലയ്ക്കാമോതിരവും ഒക്കെ അണിയിച്ച് കണ്ണനെ കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നില്ല, അത്ര ഭംഗിയാ. ചേലില മൗലിയിൽ പീലി ചാർത്തി കൊല്ലുന്ന നെറ്റിയിൽ ഗോപി ചാർത്തി ചെന്താമരയിതൾ കണ്ണിനേറ്റം ചന്തം കലർത്തും മഷി എഴുതി. അങ്ങനെ ഒരുക്കി അമ്മയ്ക്ക് മതിയായില്ല. എങ്ങനെ ഒരുക്കിയാലും കണ്ണന് മതി വരില്ല. പട്ടുകോണകം എടുക്കാൻ പോയ അമ്മ അടുപ്പിൽ പാൽ തിളയ്ക്കുന്ന കണ്ട് അടുപ്പിൻ്റെ അടുത്തേക്ക് ഓടി. കണ്ണന് അത് ഒട്ടും രസിച്ചില്ല. അമ്മയ്ക്ക് എന്നേക്കാൾ പ്രിയം പാലിനോടോ. ദേഷ്യം കൊണ്ട് ആദ്യം മുടിയിൽ ചാർത്തിയ മാല അഴിച്ചു എറിഞ്ഞു. ഗോപിക്കുറി തൂത്ത് കളഞ്ഞു. കോപം തീരാതെ അടുത്ത് കിടന്ന കടക്കോലെടുത്ത് തയ്യർക്കലത്തിൽ ഒറ്റയടി. കലം പൊട്ടി തൈര് പരന്നൊഴുകി. തൈരും വെണ്ണയും എല്ലാം കണ്ണൻ്റെ മുഖത്തും ദേഹത്തും തെറിച്ച് വീണായി. കണ്ണൻ്റെ കോപം ശമിച്ചു. പേടിയായി. വേണ്ടായിരുന്നു, അമ്മ ഇപ്പോൾ വന്ന് ഇത് കണ്ടാ തല്ലും. ഓടിയാലോ? വേണ്ട, അമ്മയ്ക്ക് ദേഷ്യം കൂടും, നിന്നാൽ അടിക്കുകയും ചെയ്യും. എന്നാൽ ഗോപികമാരുടെ അടുത്ത് പോയി രക്ഷിക്കാൻ പറഞ്ഞാലോ? അസലായി. പാലും വെണ്ണയും കട്ടു തീർന്ന ദേഷ്യം അവർക്കുണ്ട്. അതും പറഞ്ഞ് ആ കുശുംബികൾ അടി കൂടുതൽ വാങ്ങിത്തരും എന്നിങ്ങനെ ഓർത്തപ്പോഴേക്കും ഓടി വന്ന യശോദ കണ്ണൻ്റെ കുസൃതി കണ്ട് ദേഷ്യത്തിലായി. ഈയിടെയായി കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട്, എന്താ ചെയ്യുക? അടുത്ത് കിടന്നിരുന്ന ഒരു പീലിക്കമ്പ് എടുത്തതും കണ്ണൻ ഓടിത്തുടങ്ങി. കുഞ്ഞിക്കാലുകൾ പെറുക്കി വെച്ച് തെറിച്ച് വേഗത്തിൽ ഓട്ടം. യശോദ പിറകെ ഓടി. ഇന്ന് അവനൊരു പാഠം പഠിപ്പിച്ചിട്ട് എന്ത് കാര്യമുള്ളൂ. ഈ സമയം ദധിപാണ്ഡൻ തൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വീടിൻ്റെ തിണ്ണയിൽ വിശ്രമിച്ചുകൊണ്ട് കണ്ണനെ ഓർത്തു കൃഷ്ണ കൃഷ്ണ എന്ന് ചൊല്ലിയിരിക്കുകയായിരുന്നു. അപ്പോഴതാ ഉണ്ണിക്കണ്ണൻ ദൂരേന്ന് ഓടി വരുന്നു. അഴിഞ്ഞുലഞ്ഞ തലയിൽ മയിൽപ്പീലി തൂങ്ങി ആടിക്കൊണ്ട് മേലാകെ തൈരും വെണ്ണയും പുരണ്ട് പേടിച്ച് തിരിഞ്ഞു നോക്കിക്കൊണ്ട് കണ്ണൻ ഓടി വരുന്നു. പിറകെ യശോദമ്മയും വരുന്നുണ്ട്.
ഓടരുത് ഉണ്ണി, അവിടെ നിൽക്കൂ, മര്യാദയ്ക്ക് നിന്നാ തല്ലില്ല എന്ന് വിളിച്ചു പറയുന്നു യശോദാമ്മ. കൃഷ്ണന് അമ്മയുടെ വാക്കിൽ ഒട്ടും വിശ്വാസമില്ല. കയ്യിൽ കിട്ടിയാൽ തല്ലും. പോരാത്തതിന് കുറേ ഗോപികമാരും ഉണ്ട് കൂടെ. ദതിപാണ്ഡന്റെ അടുത്ത് എത്തിയ കണ്ണൻ, എന്നെ പിടിച്ചോ, അമ്മയുടേന്ന് തല്ലുകൊള്ളേണ്ടുന്നേ, ഒളിപ്പിച്ചോ എന്ന് പറഞ്ഞു വീട്ടിലേക്ക് ഓടിക്കയറി. കണ്ണൻ്റെ ഓമനത്തം തുളുമ്പുന്ന മുഖവും ദേഹത്ത് ആകെ പുരണ്ടിരിക്കുന്ന തൈരും വിയർപ്പ് പുരണ്ട ചുരുണ്ടിരുണ്ട മുടി വീണ് കിടക്കുന്ന നെറ്റിത്തടവും ഒലിച്ചിറങ്ങിയ ഗോപിക്കുറി ഉടുതുണിയില്ലാതെ ഉള്ള നിൽപ്പും കണ്ട് ദതിപാണ്ഡൻ ആനന്ദത്തിൽ ആറാടി. തിണ്ണയ്ക്ക് മൂലയിൽ അവിടെ ഇരുന്ന ഒരു വലിയ പാന, അതായത് ഒരു തരം വലിയ മൺപാത്രം കാണിച്ചിട്ട് അതിൽ ഒളിച്ചിരിക്കാൻ പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി കണ്ണൻ കലത്തിൻ്റെ കീഴിൽ കയറി. അദ്ദേഹം കണ്ണനെ അടച്ചു വെച്ചു. എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ ഇരുന്നു. വലിയ കിതപ്പോടെ യശോദ അവിടെ എത്തി. എന്നിട്ട് ദതിപാണ്ഡനോട് കണ്ണനെ കണ്ടോന്ന് ചോദിച്ചു. കണ്ണനോ? ഞാൻ വിളിച്ചാൽ പോലും വരാത്ത ആള് ഇവിടെ എങ്ങനെ വരാൻ എന്ന് കള്ളം പറഞ്ഞു. അവൻ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടതാണല്ലോ എന്നായി യശോദ. ദതിപാണ്ഡൻ പറഞ്ഞു, യശോദാമ്മേ, ആ കലം നോക്ക്, അത് മാത്രമേ ഉള്ളൂ ഇവിടെ. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അല്ലാണ്ട് മറ്റൊന്നും ഇല്ല. കലത്തിൻ്റെ അകത്ത് ഇരുന്നു കൊണ്ട് കണ്ണൻ ഒക്കെ കേട്ടു. യശോദയുടെ കാലൊച്ച അകന്നകന്ന് പോയപ്പോൾ കണ്ണൻ കലത്തിൻ്റെ പള്ളയ്ക്ക് മുട്ടി പറഞ്ഞു, എന്നെ തുറന്നു വിടുവോ, ഇതിൻ്റെ അകത്ത് എനിക്ക് ശ്വാസം മുട്ടുന്നു. കലത്തിലും പെട്ടുപോയില്ലേ ഭഗവാൻ. ഭക്തൻ വിചാരിച്ചാൽ എന്താണ് നടക്കാത്തത്? ഹന്തഭാഗ്യം ജനാനാം. ഭഗവാന്റെ ഭക്തന്റെ ദാസനല്ലേ ഭഗവാൻ, ഭക്തന്റെ ദാസനല്ലേ. വൃന്ദാവനവാസികൾ പറഞ്ഞ് അദ്ദേഹത്തിന് അറിയാം, കണ്ണൻ അത്ഭുത ബാലനാണ്, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഇടയ രൂപത്തിൽ വൃന്ദാവനത്തിലെ ആനന്ദിപ്പിക്കുന്നത് എന്ന്. അദ്ദേഹം കണ്ണനോട് പറഞ്ഞു, ഇല്ല കണ്ണ, ഞാൻ വിടില്ല. വിടണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തരണം. കണ്ണൻ അകത്തു നിന്ന് ഇങ്ങനെ പറഞ്ഞു, എന്നെ ഒന്ന് തുറന്നു വിടൂ, അമ്മ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. ഞാൻ ഒരു കുഞ്ഞല്ലേ, എനിക്ക് എന്ത് തരാനാവും? പക്ഷേ ദതിപാണ്ഡൻ തൻ്റെ വാദത്തിൽ ഉറച്ചു തന്നെ നിന്നു. എനിക്ക് മരണസമയത്ത് അവിടുത്തെ ദർശനം കിട്ടണം. വൃന്ദാവനവാസികൾക്കും ജന്തു പക്ഷി വൃക്ഷജാലങ്ങൾക്കും ഭഗവത് സാരൂപ്യവും സായുജ്യവും ഉണ്ടാകണം. ശരി, അങ്ങനെ ആവട്ടെ. ഞാൻ ഇതാ മോക്ഷം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇനി എന്നെ തുറന്നു വിടൂ. അദ്ദേഹം പരമസന്തോഷത്തോടെ കലം തുറന്നു കൊടുത്തു. കണ്ണൻ്റെ ലീലകൾ കണ്ട് ആസ്വദിക്കുന്ന ദേവന്മാർക്ക് ഇത് കണ്ട് ആശ്ചര്യവും ലജ്ജയും തോന്നി. ഭഗവാനോട് ഇങ്ങനെ ചോദിക്കണം എന്ന് ഒരിക്കലും തങ്ങൾക്ക് തോന്നിയിട്ടില്ലല്ലോ. അഹോ ഭാഗ്യം, സത്യം വദ എന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുമ്പോൾ സർവവ്യാപിയായ ഭഗവാൻ ഇവിടെ ഇല്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞ വെറും ഒരു തൈര് കച്ചവടക്കാരൻ മോക്ഷം ലഭ്യമാക്കി. അതാണ് കൃഷ്ണലീല. പ്രഹ്ലാദനെ കൊണ്ട് തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് പറയിപ്പിച്ച് അതേ കൃഷ്ണൻ ദതിപാണ്ഡനെ കൊണ്ട് ഇവിടെ ഇല്ല എന്ന് പറയിച്ച്, അത്രയേ ഉള്ളൂ. അയാൾ കലം പൊക്കി ദേഹം മുഴുവൻ കരിയുമായി നിൽക്കുന്ന കണ്ണനെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം എന്നിട്ട് പീലി തിരുമുടി കെട്ടിവെച്ച് ഉടുത്തിരുന്ന തുണിയുടെ അറ്റം കൊണ്ട് കണ്ണൻ്റെ ദേഹത്ത് പറ്റിയിരുന്ന അഴുക്കുകൾ തുടച്ചു. അപ്പോഴാണ് കണ്ണൻ പോകാനുള്ള ഭാവമില്ല എന്ന് മനസ്സിലായത്. എന്തു പറ്റി കണ്ണാ, എന്താ? കുഞ്ഞിക്കൈ രണ്ട് മുമ്പിൽ പിടിച്ച് ആ നാണം മറച്ചു നിൽപ്പാണ് കണ്ണൻ. അത് ഞാൻ പോവില്ല, തേനഞ്ചും സ്വരത്തിൽ കണ്ണൻ കൊഞ്ചി. വഴിയിൽ നിറച്ച് ആളുകളുണ്ട്, പോരാത്തതിന് ആ ഗോപികമാരും. അതിനെന്താ കണ്ണാ? കണ്ണൻ്റെ മുഖത്ത് നാണം കലർന്ന ഒരു കള്ളച്ചിരി. അതെ, അവരെല്ലാം കളിയാക്കും. നിക്ക് ഒരു പട്ടുകോണകം തരൂ. ദതിപാണ്ഡൻ പൊട്ടിച്ചിരിച്ചു. കൃഷ്ണ, ഇതിപ്പോൾ ഇങ്ങനെ തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത്? പിന്നെന്താ? അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അത് ഓർമ്മ ഉണ്ടായില്ല, യശോദമ്മ തല്ലാൻ വരില്ലേ. അപ്പോൾ ഓടി. ഇപ്പൊ ബോധം വന്നി, അപ്പോഴാണ് ഓർമ്മ. ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കണ്ണടച്ചാണ് ഓടിയത്. ദതിപാണ്ഡൻ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. കേവലം മാനുഷബാലനായി ലീലയാടുന്ന കണ്ണൻ്റെ നിഷ്കളങ്ക ഭാവം കണ്ട ദതിപാണ്ഡൻ എല്ലാം മറന്ന് കണ്ണനെ മാറോട് ചേർത്തു. കണ്ണന് പട്ടുകോണകം നല്ല ഇഷ്ടമാണ് എന്ന് അദ്ദേഹവും കേട്ടിട്ടുണ്ട്.
എന്നെങ്കിലും കണ്ണൻ വന്നാൽ നൽകാൻ കരുതി വെച്ച പട്ടുകോണകം കണ്ണനെ ഉടുപ്പിച്ചു. കണ്ണൻ സന്തോഷത്തോടെ തിരിച്ചുപോയി. ഭക്തിയുടെ മഹത്വം കണ്ട് ദേവന്മാർ അത്ഭുതപ്പെട്ടു. ഭക്തനോട് ബന്ധമുണ്ടായത് കാരണം ആ ചേതന വസ്തുക്കൾക്ക് പോലും ഭഗവാൻ മോക്ഷം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ, എൻ്റെ പൊന്നുണ്ണിക്കണ്ണ, എല്ലാവരെയും അനുഗ്രഹിക്കണേ, എല്ലാവരെയും അനുഗ്രഹിക്കണേ കൃഷ്ണ. ഗുരുവായൂരപ്പ, കാത്തോളണേ.